ഇതൊരു പ്രശ്നമല്ല. രണ്ട് ചെറുപ്പക്കാരെ, രണ്ട് കുടുംബത്തിലെ പ്രതീക്ഷകളായിരുന്ന രണ്ട് ചെറുപ്പക്കാരെ ഒരു പാർട്ടി, ഭരിക്കുന്ന പാർട്ടി ഗൂഢാലോചന നടത്തി കൊന്ന കേസാണ്. ഗൂഢാലോചന നടത്തുക മാത്രമല്ല, കൊല്ലേണ്ടവരാരെയാണ്, കൊല്ലുന്നവരാരാണെന്ന് പാർട്ടിയാണ് തീരുമാനിച്ചത്. കൊന്നു കഴിഞ്ഞിട്ട് ആയുധങ്ങൾ എവിടെയാണ് ഒളിപ്പിക്കേണ്ടതെന്ന് പാർട്ടിയാണ് തീരുമാനിച്ചത്. ഈ പ്രതികളെ എവിടെയാണ് ഒളിപ്പിക്കേണ്ടതെന്ന് പാർട്ടിയാണ് തീരുമാനിച്ചത്. പാർട്ടി ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് പ്രതികളെ രക്ഷപ്പെടുത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് CPM തന്നെയാണ്. അവിടെ പരാജയപ്പെട്ടപ്പോൾ CBI അന്വേഷണത്തിന് വേണ്ടി കുടുംബം ചെന്നപ്പോൾ ഈ അന്വേഷണം കൃത്യമായി സത്യസന്ധമായി നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കുടുംബം കോടതിയെ സമീപിച്ചപ്പോൾ CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി കോടികൾ നമ്മളെല്ലാം അടയ്ക്കുന്ന നികുതിയിൽ നിന്ന് ചെലവാക്കിയത് CPM ആണ്. ഞാനതുകൊണ്ടാണ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയേക്കാൾ മോശമാണ് CPM. അവരൊക്കെ ഒറ്റ വെട്ടിനെ കൊല്ലുള്ളൂ, അല്ലെങ്കിൽ ഒരു വെടിക്കേ കൊല്ലുള്ളൂ. ഇതങ്ങനെയല്ല. ഗൂഢാലോചന നടത്തി ആദ്യാവസാനം ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ചെറുപ്പക്കാരെ കൊല്ലുന്ന പാർട്ടിയാണ്. അപ്പൊ അവര് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അത് കേരളമാണ് എന്ന് അവർ മറന്നുപോവാണ്. എന്നിട്ട് അവർ ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അവര് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് എങ്ങനെ നീതിന്യായ വ്യവസ്ഥ ശരിയാവും? ഞാൻ നേരത്തെ ചോദിച്ചു, ക്രൈം എന്ന് പറയുന്ന ആർക്കെതിരാണ് ക്രൈം? പീനൽ ലോ അനുസരിച്ചിട്ട് ക്രൈം എന്ന് പറഞ്ഞാൽ ക്രൈം ഒരു വ്യക്തിക്കെതിരെയല്ല. എന്നെ കൊന്നാൽ എനിക്കെതിരെ അല്ല ക്രൈം, സ്റ്റേറ്റിനെതിരെയാണ് ക്രൈം. സ്റ്റേറ്റിനെതിരെയാണ്. നിങ്ങൾ സിവിൽ കേസിൽ പോകുമ്പോൾ നിങ്ങൾ വക്കീലിനെ വയ്ക്കണം, അല്ലേ? എന്നെ കൊന്ന എന്റെ കുടുംബാംഗങ്ങളല്ല കേസ് നടത്തുന്നത്, സ്റ്റേറ്റാണ് എനിക്ക് വേണ്ടി കേസ് നടത്തുന്നത്. അപ്പൊ സ്റ്റേറ്റിനെതിരായിട്ടുള്ള ക്രൈമാണ് ഈ കൊലക്കുറ്റം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സ്റ്റേറ്റാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന പ്രതികളെ. വിരോധാഭാസമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ കാര്യമാണ്. എന്നിട്ട് കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ് CPM നേതാക്കൾ. കോടതി വിധിയെ വെല്ലുവിളിക്കുകയാണ്. കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ എന്തു വില കൊടുത്തും ഈ പ്രതികളെ സംരക്ഷിക്കുമെന്നൊരു പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. പാർട്ടി പുറപ്പുറത്ത് നിന്ന് കയറി പ്രഖ്യാപിക്കുകയാണ്. രണ്ട് കുടുംബങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളെ തല്ലി തകർത്ത ക്രൂരമായി രണ്ട് ചെറുപ്പക്കാരെ. ഒരു കാരണമില്ലല്ലോ, അവർ രാഷ്ട്രീയ പ്രവർത്തനം അവിടെ നടത്തിയെന്നതല്ലാതെ വേറൊരു പ്രശ്നമില്ലല്ലോ. ആ കാരണത്തിന്റെ പേരിൽ അവരെ ക്രൂരമായി കൊല ചെയ്തിട്ട് ആ കുടുംബത്തെ അനാഥമാക്കിയിട്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയും നാടിനെയും വെല്ലുവിളിക്കുകയാണ്. നമുക്ക് നോക്കാം, ഇവർ ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് ഇവർക്ക് 14 പേർക്ക് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടുപിടിച്ചല്ലോ. ബാക്കി 10 പേരുടെ കൂടി കാര്യത്തിൽ കുടുംബത്തിന് താല്പര്യമുണ്ട് കേസ് പോവാൻ ഞങ്ങൾ എല്ലാ സഹായവും ചെയ്യും. ഇത് അവരുടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടി ഒരുമിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ ബലമാണ് ഈ കോടതി വിധി. അത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉള്ളൊരു മുന്നറിയിപ്പ് കൂടിയായി മാറണം. എന്നിട്ടും CPM പഠിച്ചിട്ടില്ല എന്നാണ്. ഈ ക്രൂരന്മാരുടെ കയ്യിലാണ് കേരളത്തിന്റെ ഭരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഈ കൊലയാളികളുടെ കയ്യിലാണ് കേരളത്തിന്റെ അധികാരവും പോലീസും സംവിധാനവും മുഴുവൻ ഇരിക്കുന്നത് എന്ന് കേരളം തിരിച്ചറിയും. ഇത് അവസാന ഘട്ടമാണ്. ഈ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഇവരെ, ഈ ചോര കൊതിയന്മാരെ വലിച്ചെറിയാനുള്ള അന്തിമ പോരാട്ടത്തിന് കൂടി ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെല്ലാം എന്തു വില കൊടുത്തും ഏത് അറ്റം വരെ പോയിട്ടും ആ കുടുംബത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കും. കാരണം ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഈ സംസ്ഥാനത്ത് ഇതുപോലൊരു അപകടം ഉണ്ടാകാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും വളരെ സജീവമായിരുന്നു. ഈ പരസ്യമായ ഒരു ബന്ധത്തിലുണ്ടോ UDF? അല്ല, അവര് പറഞ്ഞല്ലോ കൃത്യമായിട്ട്. ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് പിണറായി വിജയൻ വീരവാദം മുഴക്കിയപ്പോ സംസ്ഥാനത്തിന് പുറത്ത് ആകെ 1-2 പേരെ ജയിച്ചേക്കണത്. അതൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാളും വന്ന് നിഷേധിച്ചില്ലല്ലോ. 2019 വരെ ജമാഅത്ത് ഇസ്ലാമി ഒരു കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്സരിച്ച ഏകദേശം എല്ലാ തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അപ്പൊക്കെ അവരത്താണ് മതേതരവാദികൾ, ഇപ്പൊ വർഗീയവാദികൾ. അങ്ങനെ CPM പറഞ്ഞതനുസരിച്ച് അഭിപ്രായം മാറ്റേണ്ട ആവശ്യം എന്താ? ഞങ്ങളുടെ നിലപാട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കില്ല. ആരാണ് വർഗീയവാദം പറയുന്നത്? ഏത് സമുദായത്തിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ആള് വർഗീയവാദം പറഞ്ഞാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. മാറിയിക്കില്ല, മിണ്ടാതെ നിൽക്കില്ല. ഞങ്ങൾ വർഗീയവാദം ആര് പറഞ്ഞാലും, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും, ഏത് വർഗീയ ശക്തി ശ്രമിച്ചാലും ഞങ്ങൾ അതിനെ നിഷ്പക്ഷമായി തന്നെ അതിനെ ചോദിക്കും. ഒരു തരത്തിൽ ആര് വർഗീയവാദം കേരളത്തിൽ നടത്തിയാലും പ്രോത്സാഹിപ്പിക്കും. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി ഞങ്ങൾ അവർക്കെതിരാണ് ഇവർക്കെതിരാണ് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ.
നിങ്ങൾക്ക് അറിയാലോ, പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ നേരം വിളിക്കുമ്പോൾ CPM-ന്റെ ഒരു അജണ്ട വെച്ചുകൊണ്ട് എല്ലാ ചോദ്യത്തിനും എല്ലാ ദിവസവും രാവിലെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അധികാരം കിട്ടാൻ വേണ്ടിയിട്ടോ ജയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഒരു കോംപ്രമൈസും ഞങ്ങൾ ചെയ്യില്ല. കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ അത് ചെയ്തവരാണ് ഞങ്ങളെന്ന് നിങ്ങൾക്കറിയാം. ഇനിയും അതിൻ്റെ അകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഏത് ഭൂരിപക്ഷ ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതാണ് CPM-ന്റെ അജണ്ട. ആ അജണ്ടയാക്കി എണിയായിട്ട് തന്നെത്താനെ ഇരുന്നാൽ മതി. തന്നെത്താനെ അതിൻ്റെ അകത്ത് വീണോളും. ഈ മുഖ്യമന്ത്രിയും അമീറുമായി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് അവർ തന്നെ സ്ഥിരീകരിക്കുന്നു. എത്ര ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരുമിച്ച് എത്രയോ പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഈ തൊട്ടു മുമ്പുള്ള അമീറായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. ആർക്കറിയാൻ പാടാത്ത കേരളത്തിൽ ആ ആസ്ഥാനത്ത് പോയിട്ടുണ്ടല്ലോ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലില്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നും വായിച്ചിട്ടില്ലല്ലേ? ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും അതിന്റെ എഡിറ്റോറിയൽ പേജിലുള്ള സംഭവമുണ്ട്. ഏത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ CPM-ന് പിന്തുണ കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട്. ഇത് എന്നിട്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ കേരളമല്ലേ, ഇത് ആളുകൾക്ക് ഇതെല്ലാം കയ്യിലിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ നമ്മളെന്തിനാ അതിന്റെ പുറകെ വിജയന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം വേണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും. അല്ല, എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാല്ല. അതിനെന്താ തീർച്ചയായിട്ടും അദ്ദേഹം മുമ്പ് പരാതി നൽകിയ അതെനിക്ക് അറിയില്ല. അതെനിക്കറിയില്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട് അതറിയില്ല. എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാം. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും ഞങ്ങളങ്ങനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തൂല. ആരെങ്കിലും അതിന്റെ പുറകിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വന്നോട്ടെ കേട്ടോ, ഒരു കുഴപ്പമില്ല.